ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്നാക്സ് ആണ്. എന്റെ വീട്ടിൽ എങ്ങനെയാണ് കോഴിയട ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. പച്ചവെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ കുറെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കുഴക്കരുത്. അപ്പൊ ഇതാകെ പശ പോലെ ആയിപ്പോവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് ഉരുട്ടിയെടുക്കുക. കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതിനെ ശല്യം ചെയ്യണ്ട. 7 കഷ്ണം ചിക്കൻ അല്പം ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 1 സ്പൂൺ പച്ചമുളക് ചേർക്കണം. 1 സ്പൂൺ ഇഞ്ചി ചേർക്കാം. 1 സ്പൂൺ വെളുത്തുള്ളി ചേർക്കണം. ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ ആ മൈദ മാവിൽ നിന്ന് ഒരു വലിയ ഉരുള എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. കട്ടി കൂടിപ്പോകാൻ പാടില്ല പരത്തുമ്പോ, എന്നാലും ഒട്ടും കുറഞ്ഞും പോരുത്. ഇനി ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം. സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ബാക്കി വരുന്ന മാവ് കൊണ്ട് നമുക്ക് പിന്നെയും പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ നടുവിലായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം. ഇത് ഇതുപോലെ 2 വശവും കൂടെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ തെരുത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ചെയ്തു കൊടുക്കാം. ഇത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാട്ടോ. ഇത് ഉണ്ടാക്കാനുള്ള അച്ചൊക്കെ മേടിക്കാൻ കിട്ടും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോർക്കിന്റെ തുമ്പ് കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിലും ഒരു ഷേപ്പായിട്ട് വരും. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫ്രൈ പാനിൽ എണ്ണ ചൂടാവുമ്പോൾ നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വറുത്തെടുക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. എന്നും പറയാറുള്ള പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.